പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം, വിക്ടേഴ്സ് ചാനലിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾക്കൊരു മുന്നറിവിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി കോയിലും ഉണ്ടാവും, സെക്കൻഡറി കോയിലും ഉണ്ടാവും. വെൻ എ സി കറണ്ട്, ഇവിടെ എ സി അല്ല പ്രൈമറി കോയിലിൽ വന്നിട്ടുള്ളത്, ഇവിടെ ബാറ്ററിയാണ്, പക്ഷേ എ സി കറണ്ടാണ്. വെൻ എ സി കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദി പ്രൈമറി കോയിൽ, there will be a changing magnetic flux in the primary coil, and secondary coil is placed in very near to the primary coil. There will be an induced EMF, thereby induced current in the secondary coil. സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടും ഇൻഡ്യൂസ്ഡ് EMFും വരും. എപ്പോൾ പ്രൈമറി കോയിൽ കൂടി ഒരു എ സി കറണ്ട് കടത്തിവിടുമ്പോൾ പ്രൈമറി കോയിലിന് ചുറ്റുമായിട്ട് ഒരു വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ബലരേഖകൾ ഉണ്ടാവുകയും ആ കാന്തിക ബലരേഖകൾക്കിടയിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നതെങ്കിൽ സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMFും, അതായത് പ്രേരിത EMFും പ്രേരിത കറണ്ടും ഉണ്ടാവുകയും ചെയ്യും. അല്ലേ? അപ്പോൾ പരസ്പരം സ്പർശിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം, സെക്കൻഡറി കോയിലിൽ പ്രേരിത EMFും പ്രേരിത കറണ്ട് ഉണ്ടാകുന്നത് പ്രൈമറി കോയിലിൽ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാന്തിക ഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആ കാന്തിക ഫ്ലക്സ് ഇരിക്കുന്ന സ്ഥലത്ത് സെക്കൻഡറി കോയിൽ ഇരിക്കുകയാണെങ്കിൽ സെക്കൻഡറി കോയിലിൽ ഒരു പ്രേരിത EMFും അതുപോലെ തന്നെ ഒരു പ്രേരിത കറണ്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്കറിയാം, പ്രൈമറി കോയിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന എ സി കറണ്ട് കൊടുക്കുന്ന കോയിലിന് പറയുന്ന പേര് പ്രൈമറി കോയിലെന്നും, പ്രേരിത EMF ഇൻഡ്യൂസ്ഡ് EMFും ഇൻഡ്യൂസ്ഡ് കറണ്ടും കിട്ടുന്നത് ഏത് കോയിലിലാണോ അതിനെ നമ്മൾ സെക്കൻഡറി കോയിലെന്നും പറയും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് ആ ഫിനോമിനന് പറയുന്ന പേര്, ആ പ്രതിഭാസത്തിന് പറയുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ്. അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സജ്ജീകരണമാണ് ട്രാൻസ്ഫോർമർ. നമുക്ക് ട്രാൻസ്ഫോർമറിനെ കുറിച്ച് നമുക്ക് ഒന്ന് പഠിക്കാം. ഇതാണ് രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോർമർ. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും, രണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും. There are two types of transformer, step up transformer and step down transformer. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി റിഗാർഡിങ് അബൌട്ട് ദി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോർമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് താഴ്ത്തുന്ന ട്രാൻസ്ഫോർമറാണ്. അപ്പോൾ വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോർമറിൻ്റെ പ്രത്യേകത നോക്കൂ. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അതായത് കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂടുതൽ സെക്കൻഡറിയിലും, പ്രൈമറി ചുറ്റുകളുടെ, അതായത് പ്രൈമറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണ്. ഇവിടെ നോക്കിയാൽ അറിയാം. പക്ഷേ വണ്ണം കൂടുതലാണ്, അല്ലേ? വണ്ണം കൂടുതലാണ്. പക്ഷേ ഇവിടെ നോക്കൂ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതലും വണ്ണം കുറവും, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം വണ്ണം കൂടുതലും എണ്ണം കുറവുമാണ്. നമ്പർ ഓഫ് ടേൺസ്, എന്താണ്, ചുറ്റുകളുടെ എണ്ണം കുറവുമാണ്. ഇതാണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് എന്താണ് കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കേസ് ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, number of turns in the primary coil is less and thickness is high, but in the case of secondary coil, number of turns is very high and thickness is very low. But in the case of a step down transformer, in the primary coil, number of turns increases, high ആണ്, and thickness low ആണ്. But in the output coil, അതായത് സെക്കൻഡറി കോയിൽ, നമ്പർ ഓഫ് ടേൺസ് ലെസ്
തിക്നെസ് ഹൈ. മനസ്സിലായോ? ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആയാലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയാലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം, അല്ലേ? പ്രൈമറി ചുറ്റുകളുടെ നമ്മൾ കൊടുക്കുന്ന എ സി കൊടുക്കുന്ന കോയിലിന് പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. അതായത് എ സി ഇൻപുട്ട് എന്ന് പറയും. ഇൻപുട്ട് കോയിൽ പ്രൈമറി, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി. അത് രണ്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ കൂടുതലാവും. എവിടെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ ഔട്ട്പുട്ട് പ്രൈമറി വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും. പ്രൈമറി വോൾട്ടേജാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്. നമുക്ക് സെക്കൻഡറി കോയിലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജാണ് സെക്കൻഡറി വോൾട്ടേജ്. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സെക്കൻഡറി വോൾട്ടേജ് കൂടുതലാണെങ്കിലോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ പ്രൈമറി കോയിലിൽ ഉള്ള വോൾട്ടത, അല്ലേ? പ്രൈമറി കോയിലുള്ള വോൾട്ടതയ്ക്ക് പറയുന്ന പേര് വി പി എന്നാണ് പറയുക. എന്താ പേര് പറയുക? വി പി. സെക്കൻഡറി വോൾട്ടത, ദ വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി, വി എസ് എന്നാണ് പറയുക. എന്താണ് പറയുക? വി എസ്. മനസ്സിലായില്ലേ? വി എസ്. ഇനി പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി, എൻ പി, ക്യാപിറ്റൽ എൻ പി എന്നാണ് പറയുക. എന്താണ് പറയുക? ക്യാപിറ്റൽ എൻ പി എന്നാണ് നമ്മൾ അതിന് പറയുന്ന പേര്. ഓക്കെ, ക്യാപിറ്റൽ എൻ പി. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കണ്ടോ? ഇനി സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി, എൻ എസ്. അത് മറക്കണ്ട. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടത, ദ വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി, വി എസ്. വോൾട്ടേജ് ഇൻ ദി പ്രൈമറി, വി പി. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി, എൻ എസ്. എൻ പി എന്ന് പറഞ്ഞ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? വി എസ്, വി പി, എൻ എസ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയുക? നോക്കൂ, ഇവിടെ പവർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് പവർ കാണുന്നതിനുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? പവർ കാണുന്നതിനുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പവർ കാണുന്നതിനുള്ള വാക്യം? നമുക്കറിയാമല്ലോ. പവർ കാണുന്നതിനുള്ള വാക്യം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പവർ പി ഇസ് ഈക്വൽ ടു എന്താണ്? വി ഐ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാക്യമുണ്ട്, അല്ലേ? വോൾട്ടേജ് ഇൻറ്റു കറൻറ്റ്. രണ്ടാമത്തത് പവർ പി കാണുന്നതിനുള്ള മറ്റൊരു വാക്യമുണ്ട്, ഇക്വേഷനുണ്ട്, ഐ സ്ക്വയേർഡ് ആർ. എന്താണ്? ഐ സ്ക്വയേർഡ് ആർ. മൂന്നാമത് പി കാണുന്നതിനുള്ള മറ്റൊരു ഇക്വേഷൻ വി സ്ക്വയേർഡ് ഡിവൈഡ് ബൈ എന്താണ്? ആർ എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ. ഇതിൽ നമ്മൾ വി ഐ ആണ് എടുക്കുന്നത്. എന്താണ്? വി ഐ, അല്ലേ? അപ്പോൾ പ്രൈമറിയിലെ പവർ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രൈമറിയിലെ പവർ എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? വി പി, അല്ലേ? വി പി. പ്രൈമറിയിലെ കറണ്ട് എന്തായിരിക്കും? ഐ പി. അപ്പോൾ വി പി ഇൻറ്റു ഐ പി. സെക്കൻഡറിയിലെ പവർ എന്തായിരിക്കും? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറണ്ട്. അപ്പോൾ വി എസ് ഇൻറ്റു ഐ എസ്. അപ്പോൾ ദർ വിൽ ബി നോ ലോസ് ഓഫ് പവർ ഇൻ ദി ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിൽ നമ്മൾ പവർ നഷ്ടം കൂടാതെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫോർമറിൽ പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോർമറിൽ എല്ലായ്പ്പോഴും പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം: വി പി ഇൻറ്റു, അല്ലേ, ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു എന്താണ്? ഐ എസ് എന്ന് നമുക്ക് എഴുതാം, അല്ലേ? വി പി ഇൻറ്റു ഐ പി. പ്രൈമറിയിലെ പവർ ഇസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ. എല്ലാവർക്കും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും പിടികിട്ടിയെന്ന് മനസ്സിലാവും. ശരി, ഓക്കെ. അപ്പോൾ മനസ്സിലായി എല്ലാവർക്കും. ഇനി നമുക്ക് അപ്പോൾ ഈ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഇവിടെ നോക്കൂ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ നമുക്കറിയാം വോൾട്ടത വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിൽ പറയാം വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ നമുക്ക് പറയാം വോൾട്ടത കുറയ്ക്കുന്നു. വോൾട്ടേജ് ഈസ് ഡിക്രീസ്ഡ്. ശരിയല്ലേ? പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കുറവ്, സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ. നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടിയതാണ്. പ്രൈമറി കോയിൽ, ഇൻ ദി കേസ് ഓഫ് പ്രൈമറി കോയിൽ, നമ്പർ ഓഫ് ടേൺസ് is less. In secondary coil,
നമ്പർ ഓഫ് ടേൺസ് ഈസ് മോർ, കൂടുതലാണ് അല്ലേ. ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ ഈസ് മോർ ആൻഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ എന്താണ്, ലെസ്സാണ് അല്ലേ. പക്ഷേ പ്രൈമറി ചുറ്റുകളുടെ വണ്ണം കൂടുതലാണ് എവിടെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ചുറ്റുകളുടെ വണ്ണം കുറവ് എവിടെയാണ്, സെക്കൻഡറി ചുറ്റുകളുടെ വണ്ണം കുറവാണ് എവിടെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. പ്രൈമറി ചുറ്റുകളുടെ വണ്ണമാണ് കൂടുതൽ. അപ്പോൾ തിക്നെസ് ഓഫ് ദി പ്രൈമറി കോയിൽ ഈസ് ഹൈ, ഈസ് മോർ ഓർ ഹൈ, ബട്ട് ഇൻ സെക്കൻഡറി coil the thickness is low. In the case of step down transformer, primary coil the thickness low, secondary coil thickness high. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അത് നമ്മൾ ടാബ്ലേറ്റ് ചെയ്യണം, നിങ്ങളെല്ലാവരും പട്ടികപ്പെടുത്തണം. ഇംഗ്ലീഷിലും നിങ്ങൾ കൃത്യമായിട്ട് പട്ടികപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് there will be a relationship between primary voltage, that is Vs, Vp and Ns, Np. നമുക്കതിലേക്കൊന്ന് കടക്കാം അല്ലേ. ശരി, അപ്പോൾ നമുക്കറിയാം പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്ക് വി പി എന്നെടുക്കാം. പ്രൈമറി വോൾട്ടേജ്, ദ വോൾട്ടേജ് ഇൻ ദി പ്രൈമറി ഈസ് ഈക്വൽ ടു വി പി. വോൾട്ടേജ് ഇൻ പ്രൈമറി അല്ലേ. ഇനി സെക്കൻഡറിയിലെ വോൾട്ടേജ് വി എസ്, സെക്കൻഡറി വോൾട്ടേജ് ഓക്കെ. ശരി, ഇനി എൻ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി, അല്ലേ. ഇനി എൻ എസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി എന്താണ്, സെക്കൻഡറി, അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വി പി ഈക്വൽ ടു എന്താണ്, പ്രൈമറി വോൾട്ടേജ്. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, നിങ്ങൾക്കറിയാലോ. എൻ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി എന്താണ്, ഇൻ ദി പ്രൈമറി ആൻഡ് എൻ എസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി. ഒന്നുകൂടി പറയാം. വി പി പ്രൈമറി വോൾട്ടേജ്, വി എസ് സെക്കൻഡറി വോൾട്ടേജ്, എൻ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം. എല്ലാവർക്കും മനസ്സിലായ? ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, ക്ലിയർ ചെയ്യാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇവ തമ്മിലുള്ള റിലേഷനാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. കണ്ടോ? വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ്. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, വി പി എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്, എൻ എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, എൻ പി എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. ഇത് പഠിക്കണം ശരിക്കും കേട്ടോ. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഓർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. വി എസ് ഇൻറ്റു എൻ പി ഉണ്ടോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അങ്ങനെ. വി എസ് ഇൻറ്റു എൻ പി ഇസ് ഈക്വൽ ടു വി പി എൻ ഇൻറ്റു എൻ എസ്. വി പി ഇൻറ്റു എന്താണ്, എൻ എസ്. വി പി ഇൻറ്റു എൻ എസ് മറക്കണ്ട. വി എസ് ഇൻറ്റു എൻ പി ഇസ് ഈക്വൽ ടു വി പി ഇൻറ്റു എൻ എസ്. അപ്പോൾ ഇതിന് നമുക്ക് സുഖമായിട്ട് വി എസ് കണ്ടുപിടിക്കാം, എൻ പി കണ്ടുപിടിക്കാം, വി പി കണ്ടുപിടിക്കാം, എൻ എസ് എല്ലാം കണ്ടുപിടിക്കാം. ഇതിന് കണ്ടോ, ഇത് നമുക്ക് കറക്റ്റായിട്ട് ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതോട് അവസാനിപ്പിക്കാം. ഒരു കണക്കോട് കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ടൊരു കണക്ക്. അപ്പോൾ നമുക്ക് നോക്കാം.
240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമർ. ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത കാണിക്കുന്നു. ഇതിൻ്റെ പ്രൈമറി കോയിലിൽ ഇതിൻ്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകളുണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. നമുക്കറിയാം 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമർ. ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് നൽകി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 8 വോൾട്ട് ആയിരിക്കും. അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയായിരിക്കും? 8 വോൾട്ട് ആയിരിക്കും. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയായിരുന്നു? 240. ശരിയല്ലേ? ഇനി പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകളാണുള്ളത്. അപ്പോൾ സെക്കൻഡറിയിൽ എത്രയാണ് ചുറ്റുകളുടെ എണ്ണം എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? എ ട്രാൻസ്ഫോർമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800, 4800. Calculate the number of turns in the secondary coil. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കാം അല്ലേ? നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എഴുതിയെടുത്തോളൂ. 240 വോൾട്ട് എ സി എല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. വി പി = 240. VP = 240 അല്ലേ? അതല്ല കൊടുക്കുന്ന വോൾട്ടേജ് അല്ലേ? ഇനി വി എസ് കിട്ടിയ വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ട്. VS = 8 വോൾട്ട്. ഇനി പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി 4800. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി NS കണ്ടുപിടിക്കല്ലേ? നമുക്കങ്ങനെ കണ്ടുപിടിക്കാം. ശരി, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും ശരി, നമുക്ക് നമ്മുടെ ഇക്വേഷൻസിലേക്ക് കിടക്കാം. VS/VP അല്ലേ? ആ റിലേഷൻ കണക്ഷൻ കൊടുക്കാം. NS/NP അതെല്ലാവർക്കും അറിയാം. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. VS × NP = VP × NS അല്ലേ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് NS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? VS. ആദ്യം VP എത്രയാണെന്ന് കണ്ടുപിടിക്കുക. VP പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്കറിയാം 240 വോൾട്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്കറിയാം അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവാണ്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ്. അതുകൊണ്ട് നമുക്ക് VS = 8 വോൾട്ട് അറിയാമല്ലോ. നമ്മൾ 240 വോൾട്ടിൽ നിന്ന് നൽകുന്നത് എത്രയാണ്? 8 വോൾട്ടാണ്. നൽകുന്ന വോൾട്ടേജാണ് സെക്കൻഡറി വോൾട്ടേജ് അല്ലേ? 8 വോൾട്ടാണ്. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം നമുക്കറിയാം. NP = 4800 ആണ് അല്ലേ? അപ്പോൾ NS എത്രയാണെന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് NS അല്ലേ കണ്ടുപിടിക്കേണ്ടത്? NS = അല്ലേ? VS × NP ഡിവൈഡഡ് ബൈ എത്രയാണ്? NS അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VS അപ്പോൾ നമുക്കറിയാം NSൻ്റെ കൂടെ നിൽക്കുന്ന VPയെ സമത്തിൻ്റെ ഇപ്പുറത്തുള്ള VS × NPയുടെ താഴെ കൊണ്ടുവന്നാൽ മതി അല്ലേ? അതിൻ്റെ കൂടെ നിൽക്കുന്ന VP താഴെ വന്നു. LP ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു VS എത്രയാണ്? 8 അല്ലേ? NP എത്രയാണ്? 4800 ഡിവൈഡഡ് ബൈ VP എത്രയാണ്? VP എന്ന് പറഞ്ഞാൽ 240 അറിയാമല്ലോ. അപ്പോൾ വെട്ടിക്കളയ ഓരോന്ന് 240 വെട്ടിപ്പോയി. 24 എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം പോകും. 450 അല്ലേ? 20 × 8 എത്രയാണ്? 160. അപ്പോൾ 160 ചുറ്റുകളാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ഈസ് 160. മനസ്സിലായല്ലോ? 160 ഇതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കണക്ക് കൂടി ഉണ്ടായിരുന്നു. ആ കണക്ക് നിങ്ങൾ സ്വയം ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ? ഈ കാര്യത്തിൽ നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതുപോലെ തന്നെ VS/VP = NS/NP,
VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ്, VP എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്, NP എന്ന് പറഞ്ഞാൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി, ആൻഡ് NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് കണക്കുകൾ ചെയ്തു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ.